അളകനന്ദ അവസാന ഭാഗം. കല്യാണം കഴിഞ്ഞ് സാറിന്റെ വീട്ടിലൊരുക്കിയ സദ്യയിൽ അച്ഛന് എൻ്റെ അടുത്ത് തന്നെ ഇലവിളമ്പി. അച്ഛനെ കൈപ്പിടിച്ച് എൻ്റെ അടുത്തിരുത്തുമ്പോൾ സാറിൻ്റെ അച്ഛൻ്റെ മുഖത്തും സംതൃപ്തിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് റിസപ്ഷൻ നടത്താൻ ഒരു ദിവസം ഫിക്സ് ചെയ്യട്ടെ എന്ന് അച്ഛൻ സാറിനോട് ചോദിച്ചു. അച്ഛൻ്റെ ഇഷ്ടം പോലെ, അതിലൊക്കെ വലുതല്ലേ അച്ഛൻ്റെ അനുഗ്രഹം. ആ അനുഗ്രഹം ഉണ്ടല്ലോ, അത് മതിയല്ല ഞങ്ങൾക്ക് എന്ന് സാറ് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖം അഭിമാനം കൊണ്ട് നിറയുകയായിരുന്നു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ സാധിപ്പിച്ച് തന്നതിന് ദൈവത്തിനോട് നന്ദി പറയുമ്പോഴും ആരും കാണാതെ സാറിൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയണമെന്നും അച്ഛൻ്റെ പിണക്കം മാറ്റിയതിൽ നന്ദി പറയണമെന്നൊക്കെ തോന്നി. അന്ന് രാത്രി അമ്മ ഒരു ഗ്ലാസ്സിൽ പാല് നിറച്ച് എൻ്റെ കയ്യിൽ തരുമ്പോൾ പറഞ്ഞു, ഇതൊരു ചടങ്ങാ, അതുകൊണ്ട് തരുന്നതാ. എൻ്റെ മുഖം രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഈ സുന്ദരി കുട്ടിയെ അവനൊരിക്കൽ സ്നേഹം കൊണ്ട് മൂടും. പക്ഷേ ഇപ്പം അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതോർത്ത് മോളെ മനസ്സ് വിഷമിപ്പിക്കരുത്. എനിക്കറിയാലോ അമ്മേ, എനിക്കതിലൊന്നും ഒരു വിഷമവുമില്ല. ഇനി സാറിനെ എനിക്ക് എപ്പോഴും കാണാമല്ലോ, അതിനേക്കാൾ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഞാൻ ആ മുറിയിലേക്ക് ചെല്ലുമ്പോൾ സാറ് കെമിസ്ട്രി റെക്കോർഡ്സ് കറക്റ്റ് ചെയ്യുകയായിരുന്നു. തന്നെ കണ്ടപ്പോൾ തന്നെ, ആഹാ പാലൊക്കെ ആയിട്ടാണല്ലോ, അമ്മ തന്നുവിട്ടായിരിക്കും അല്ലേ? എന്തായാലും മുഴുവൻ കുടിച്ചോളൂ കേട്ടോ, നന്ദക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസേരൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടെന്നുകൊണ്ട് സാറ് വീണ്ടും റെക്കോർഡിലേക്ക് ശ്രദ്ധ തിരിച്ചു. ആ റെക്കോർഡിലേക്കൊക്കെ നോക്കുമ്പോൾ പണ്ട് ലാബിന് പുറത്ത് നിർത്തിയ ദിവസം സാറിനോട് ഇഷ്ടം പറഞ്ഞതും സാറിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നതും അച്ഛൻ ചട്ടുകം പഴുപ്പിച്ച് കാലിൽ വെച്ചൊക്കെ ഇന്നലെ നടന്ന പോലെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അന്നത്തെ കൗതുകം ഒട്ടും കുറയാതെ ഞാൻ സാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് എന്തോ പറഞ്ഞുകൊണ്ട് എന്നിലേക്ക് തിരിഞ്ഞ സാറ് എൻ്റെ നോട്ടത്തിന് മുമ്പിലും ഞാൻ ആ നോട്ടം പിൻവലിക്കാൻ കഴിയാതെയും പതറി. റെക്കോർഡുകളൊക്കെ മടക്കി വെച്ച് സാറ് പറഞ്ഞു, നന്ദയുടെ പ്രണയം ഈ നിമിഷം വരെ എനിക്ക് അത്ഭുതമാണ്. പക്ഷേ പഠിപ്പിച്ച കുട്ടിയെ ഭാര്യയായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല. നന്ദക്കത് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? നെഞ്ചി പൊട്ടിപ്പോകുമെന്ന് തോന്നിയെങ്കിലും ചിരി വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നന്ദ കിടന്നോളൂ, കുറച്ച് ദിവസം ലീവായിരുന്നല്ലേ, നാളെ ക്ലാസ്സിൽ പോകണം, ഇതൊന്ന് നോക്കി തീർക്കട്ടെ. ഞാൻ പതിയെ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടന്നു. എപ്പോഴോ ഉറങ്ങി. ഇടയ്ക്ക് എപ്പോഴോ ഉണർന്നപ്പോഴാണ് സാറ് താഴെ പായ വിരിച്ച് കിടക്കുന്നത് കണ്ടത്. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തറയിൽ കിടക്കേണ്ട താനല്ലേ, ഇനി ഒരിക്കലും സാറിന് തറയിൽ കിടക്കാൻ ഒരു ഇടവരുത്തില്ലെന്ന് കരുതിയാണ് എഴുന്നേറ്റത്. കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മ അവിടെ ഇല്ല. അമ്പലത്തിൽ പോയെന്ന് അച്ഛൻ പറഞ്ഞു. ചേച്ചിമാർ രണ്ടും അടിച്ചുകൾ എഴുന്നേറ്റിട്ടില്ലെന്നും. അവരുറങ്ങിക്കോട്ടെ അച്ഛ, ഇവിടെ വരുമ്പോഴല്ലേ അവർക്കിങ്ങനെ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ചായയുമായി ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പത്രം വായിക്കുകയായിരുന്നു. ചായ ഞാൻ ഇട്ടു അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ചായ അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിന്റെ അമ്മക്ക് അടുക്കളയിൽ സഹായമൊന്നും വേണ്ടി വരില്ല, എപ്പോഴും വർത്തമാനം പറഞ്ഞിരിക്കാനാ അവൾക്ക് ആളാവശ്യം. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ സാറ് ഉണർന്നിരുന്നു. സാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ നെഞ്ചിടിപ്പിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. പലപ്പോഴും നോട്ടങ്ങൾ ഇടയുമ്പോൾ ഹൃദയം നിന്നു പോകുമെന്ന് തോന്നി. സാറ് പെട്ടെന്ന് തന്നെ കുളിച്ച് സ്കൂളിൽ പോകാൻ റെഡിയായി. ഇറങ്ങാൻ നേരം അമ്മയോട് പോകുന്നതെന്ന് പറയുമ്പോൾ എന്നോട് യാത്ര പറഞ്ഞില്ലെന്ന് കൊതിച്ച് ഞാനും അരികിലുണ്ടായിരുന്നു. എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാവും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെറുതെ എന്നെ നോക്കി. അത് മാത്രം മതിയായിരുന്നു എനിക്ക് 2 ദിവസത്തെ സന്തോഷത്തിന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് 2 മാസം കടന്നുപോയി. അന്നു മുതൽ ഞാൻ പായ വിരിച്ച് താഴെ കിടക്കാൻ തുടങ്ങി. സാറിൻ്റെ മുന്നിൽ മാത്രം പച്ചപ്പാവമായും അച്ഛൻ്റെ അമ്മയുടെയും കുസൃതിക്കാരിയായും. അമ്മ ചിലപ്പോൾ എന്നെ നന്ദു എന്നും നന്ദൂട്ടിയെന്നും അച്ഛൻ നന്ദൂസ് എന്നൊക്കെ വിളിച്ചു തുടങ്ങി. സാർ ആദ്യം പേര് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ജീവിതം നിള പോലെ ഒഴുകി തുടങ്ങി. അപ്പോഴാണിതേ ഇപ്പം ചോദിക്കുന്നത്, ഇനി പഠിക്കണമെന്നുണ്ടോയെന്ന്. വെറുതെ ചോദിക്കുന്നല്ല, അതിനർത്ഥം ഉടനെ തന്നെ എവിടെയെങ്കിലും അഡ്മിഷൻ ശരിയാക്കിയെന്ന് തന്നെയാണ്. ഓർത്തിട്ട് കരച്ചിൽ വരുന്നു. ഇത്ര നാളും സാറിൻ്റെ മനസ്സിൽ കയറി പറ്റാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പഠിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കണമല്ലോ എൻ്റെ മഹാദേവ. പഠിക്കാതെ സ്വപ്നം കാണാനൊന്നും പറ്റില്ല, കൂടെ ഇരുന്ന് പഠിപ്പിക്കുന്ന ഉറപ്പാണ്. വിധി എന്ന് പറയുന്ന ഇതാണ്. സാഹചര്യങ്ങളോട് പൊരുതിയും നൊയമ്പ് നോറ്റും ആഗ്രഹിച്ച പോലെ ഈ താലി കഴുത്തിൽ വീണു. ലോകം കീഴടക്കിയെന്ന് തോന്നിയിരുന്നു. എന്നിട്ടും ആളുടെ മനസ്സിൽ തനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ. തലയിണയിൽ മുഖമമർത്തിയിട്ടും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു. സാറ് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഇട്ടു. നന്ദ ഉറങ്ങിയില്ലേ? ചോദ്യം കേൾക്കാതെ ഉറങ്ങിയതുപോലെ ഞാൻ കിടന്നു. നന്ദ കേൾക്കുന്നുണ്ടോ? എഴുന്നേൽക്ക്. ശബ്ദത്തിലെ കാഠിന്യം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു. എന്തിനാ കരഞ്ഞ്? എന്തപ്പോൾ ചിന്തിച്ച്? അത് പറഞ്ഞിട്ട് ഇനി കിടന്നാൽ മതി. സാറിൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തലകുനിച്ച് നിന്നു. എനിക്കങ്ങനെയേ പറയാൻ കഴിഞ്ഞുള്ളൂ. സാർ ഇതുവരെ എന്നെ ഭാര്യയായി കാണാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് മറ്റു പലതും ചോദിക്കുന്ന പോലെയാവും.
അത് വേണ്ട. ഈ നന്ദ പ്രണയിച്ച ഹൃദയം കൊണ്ടാണ്. അത് എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നന്ദ എന്താ ചിന്തിക്കുന്നത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? എൻ്റെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി പറയും ഒന്നുമില്ലെന്ന്. ആ കണ്ണിലേക്ക് നോക്കിയാൽ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സാറിൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ നെഞ്ചിലേക്ക് ഞാൻ വീണുപോകുമെന്ന് പേടിച്ചു. താൻ വീണ് തലകുനിച്ച് നിൽക്കുന്നുണ്ട്. നന്ദ പറയില്ലെന്ന് തീരുമാനിച്ചോ എന്ന സാറിൻ്റെ ചോദ്യത്തിന് 2 കൈ കൊണ്ട് മുഖം പൊത്തി നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലായിരുന്നു എൻ്റെ മറുപടി. തിരിച്ച് ഞാൻ ആ പായയിലേക്കൊന്നും പറയാതെ വന്ന് കിടക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ കൊതിച്ച പോലെ സാർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി കരഞ്ഞുറങ്ങിയതുകൊണ്ടാവാം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിലെ ഭാരമെല്ലാം കുറഞ്ഞിരുന്നു. അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഞാൻ അടുക്കളയിൽ അമ്മയോടൊപ്പം കളിച്ചും ചിരിച്ചും കൂടി. എത്ര ആഴത്തിലുള്ളതാണെങ്കിലും എൻ്റെ നെഞ്ചിലെ മുറിവുകളൊക്കെ എത്ര പെട്ടെന്നാണ് ഉണങ്ങുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ കണ്ണുനീർ സാറിൻ്റെ ഉള്ളിൽ വീണ് പൊള്ളിയിരുന്നു എന്ന് സാറിൻ്റെ മുഖത്ത് നിഴലിച്ചിരുന്ന വിഷാദം പറയാതെ പറയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ എൻ്റെ BEdനുള്ള അഡ്മിഷൻ ശരിയായി. കോളേജിൽ പോകുന്നതിന് തലേ ദിവസമാണ് സാറ് പറഞ്ഞത് ക്ലാസ്സിൽ പോകുമ്പോൾ സിന്ദൂരവും താലിമാലയൊന്നും അണിയണ്ടാന്ന്. വല്ലാത്തൊരു ഷോക്കോടെ ഞാൻ സാറിനെ നോക്കി. വേറൊന്നും കൊണ്ടല്ല, കല്യാണം കഴിഞ്ഞ കുട്ടികളെ കൂടെയുള്ളവർ ചേച്ചിയായിട്ടേ കാണുള്ളൂ. മാത്രമല്ല കുടുംബവും പ്രാരാബ്ദവും. അതിനിടയിൽ പഠിക്കാൻ വരികയാണെന്ന് ചില ടീച്ചർമാർക്കെങ്കിലും തോന്നും. അതിനൊന്നും ഒരു ചാൻസ് കൊടുക്കണ്ട, നന്നായിട്ട് പഠിക്കണം. സാറത് പറയുമ്പോൾ തിരിച്ചൊന്നും പറയാനാവാതെ ഞാൻ നിന്നു. പക്ഷെ അന്ന് രാത്രി അമ്മ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ പുറകിൽ ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കേണ്ട അമ്മേ, അമ്മ സാറിനോടൊന്ന് പറയൂ. മാത്രമല്ല താലി അഴിച്ചു വെച്ച് ക്ലാസ്സിൽ പോകാനാ പറയുന്നത്. താലി അഴിച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല അമ്മേ. എത്ര പ്രാർത്ഥിച്ചിട്ടാണെന്നറിയോ ഇത് കഴുത്തിൽ വീണത്. മോളെ, നിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്. എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാണ്ട് പോകുന്നു. ഇതൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. പക്ഷേ താലിയൊന്നും അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അത് സാരിയുടെ പുറത്ത് കാണുന്ന വിധത്തിൽ ഇടാതിരുന്നാൽ മതിയല്ല. അത് ഞാൻ അവനോട് പറഞ്ഞേക്കാം. അടുത്ത ദിവസം തന്നെ ക്ലാസ്സിൽ പോയി തുടങ്ങി. അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കോളേജ് ബസ് വരും. സ്റ്റോപ്പ് വരെ സാറ് ബൈക്കിൽ കൊണ്ടുപോയി വിടും. സാറിൻ്റെ പിന്നിൽ ബൈക്കിലിരിക്കുമ്പോൾ ഒന്ന് വട്ടം ചുറ്റിപ്പിടിക്കാൻ വെമ്പുകയായിരിക്കും മനസ്സ്. എന്നാലും ഞാനൊരു അകലം പാലിച്ചിരിക്കും. BEd എന്നാൽ അധികമൊന്നും പഠിക്കാൻ കാണില്ല എന്ന അത്ര നാളത്തെ എൻ്റെ ചിന്ത മൊത്തത്തിൽ തെറ്റാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. കുന്നോളം ഉണ്ടായിരുന്നു പഠിക്കാൻ. പോരാത്തതിന് 8, 9, 10 എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകവും അരച്ച് കലക്കി കുടിക്കണമായിരുന്നു. ഓരോ വിഷയത്തിനും റെക്കോർഡുകളും. സൈക്കോളജി, ടെക്നോളജി, ഫിലോസഫി, ഈ 3 വിഷയങ്ങളും എല്ലാ ഓപ്ഷൻസിലുള്ളവർക്കും പൊതുവായി പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ആ ക്ലാസ്സിൽ കുട്ടികൾ കൂടുതലായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ച് മൈക്ക് ഉപയോഗിച്ചാണ് ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ 8ന്റെ പണിയിട്ടിയ പോലെയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. പക്ഷേ സാറിൻ്റെ മുഖം അന്ന് പതിവിനേക്കാൾ കൂടുതൽ സന്തോഷത്തിലായിരുന്നു. ആവശ്യമില്ലാതെയുള്ള നിന്റെ ചിന്തകളും കരച്ചിലുമൊക്കെ ഇതോടെ തീരുമെന്ന് ആ മുഖത്ത് എഴുതി വെച്ച പോലെ തോന്നി. സന്ധ്യയ്ക്ക് നാമജപം കഴിഞ്ഞ് അമ്മ പതിവായി കാണുന്ന സീരിയലിൻ്റെ മുമ്പിൽ വെറുതെ ഒന്ന് ഇരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ വന്നു സാറിൻ്റെ വിളി. നന്ദേ, ഇന്ന് ക്ലാസ്സിലെടുത്ത് എന്തൊക്കെയാണ് ടേബിൾ എടുത്ത് വെച്ചേ? ഞാൻ നോക്കിയിട്ട് മനസ്സിലാകുന്നതിലുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതൊരു തുടക്കമായിരുന്നു. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും ക്ലാസ്സിലെടുത്ത് അന്ന് തന്നെ പഠിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കും. ഇത്രയും പഠിച്ചിട്ട് എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞ് സാർ ഏതെങ്കിലും ബുക്കെടുത്ത് വായിക്കും. സ്വപ്നം കാണാൻ ഏറ്റവും നല്ല പഠിക്കുന്ന നേരമാണെന്ന് ഒരിക്കൽ കൂടി തോന്നി എനിക്ക്. ബുക്കിൻ്റെ സൈഡിൽ കളം വരച്ചും ഡിസൈൻ ചെയ്തുമൊക്കെ ഞാനിരിക്കും. അത് സാറ് കണ്ടുപിടിച്ചതോടെ അടുത്ത് വന്ന് എഴുതിയത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തുടങ്ങി. പണ്ടത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഇന്ന് പഠിച്ചാൽ എങ്ങനെയായിരിക്കും അതുപോലെ തോന്നി. ഇത്ര അടുത്തിരുന്ന് പഠിപ്പിക്കുമ്പോഴാണ് ആ മുഖത്തെ ഗൗരവവും ഭംഗിയുള്ള മീശയും താടിയിലെ ചുഴിയുമൊക്കെ ശരിക്കും ഒരു കൗതുകമായി തോന്നുന്നത്. പലപ്പോഴും കൺചിമ്മാതെയുള്ള എൻ്റെ നോട്ടം കാണുമ്പോഴൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാതെ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുകയാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നതാണ്. പിന്നീട് എപ്പോഴും എൻ്റെ ആ നോട്ടത്തിന് മുമ്പിൽ പതരാൻ തുടങ്ങി. വല്ലാത്തൊരു വെപ്രാളം സാറിൻ്റെ മുഖത്തും കണ്ടു തുടങ്ങി. സാറിൻ്റെ മനസ്സിലേക്ക് ഇനി അധിക ദൂരമില്ലെന്ന് തോന്നി തുടങ്ങി. BEd കോളേജിലെ അന്തരീക്ഷവുമായി ഞാൻ പതിയെ പൊരുത്തപ്പെട്ടു. പഠിക്കണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലും വന്നു. സാറ് പറയാതെ തന്നെ പഠിക്കാനും റെക്കോർഡ് എഴുതാനും ഒക്കെ തുടങ്ങി. എൻ്റെ ആ മാറ്റം സാറിന് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ക്രിക്കറ്റ് കാണാനും ഷട്ടിൽ കളിക്കാനൊക്കെ പോയി തുടങ്ങി. ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്നപ്പോൾ സാറ് പണ്ട് താമസിച്ചിരുന്ന വീടിനടുത്ത വീട്ടിലൊരു ചേച്ചിയും മകളും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരഹങ്കാരി പെണ്ണ്, ഇതാണോ നന്ദ? അളക നന്ദ എന്ന് പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് സാറിനോട് പറഞ്ഞു. കുഞ്ഞേണ് വേറൊരു പെണ്ണിനെയും കിട്ടിയില്ലേ? ഇങ്ങനെ കാണാൻ പാമ്പുള്ള പെണ്ണുകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സ് മുഴുവൻ കള്ളത്തരായിരിക്കും.
എന്നിട്ട് എന്നോടായി. തന്നെയല്ല കേട്ടോ, പൊതുവേ പറഞ്ഞതാ. ഞാൻ അവളെ മിഴിച്ചു നോക്കിയ ശ്രദ്ധിക്കാതെ അവൾ സാറിനെ നോക്കി പറയുക. കുഞ്ഞേട്ടൻ എന്നെ പോലെ ഒരു വായാടി പെണ്ണിനെ ആയിരിക്കും ചേരുന്നത്. അതാവുമ്പോൾ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയും, പക്ഷെ ഉള്ളു ശുദ്ധമായിരിക്കും. എൻ്റെ കണ്ണിപ്പോൾ തുളുമ്പു എന്ന വിധത്തിൽ നിന്നു. അവളുടെ അമ്മയും സാറിൻ്റെ അമ്മയും അടുക്കളയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ചായയുമായി വന്ന അമ്മ എന്നെ കണ്ടു. ആ, നന്ദ വന്നോ? എന്നിട്ട് ആ സാധനത്തിൻ്റെ അമ്മയെ, പ്രഭേ ഇങ്ങ് വാ, എൻ്റെ നന്ദമോൾ എത്തി എന്ന് പറയുമ്പോൾ അവൾ പുച്ഛഭാവത്തിൽ മുഖം തിരിച്ചു. ആ, മോൾക്ക് പറ്റിയ അമ്മ തന്നെ. ചിരിച്ചുകൊണ്ടാണ് അവർ വന്നതെങ്കിലും ആ ചിരിയിൽ എന്തോ ദേഷ്യമുള്ള പോലെ തോന്നി. അവൾ സാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, കുഞ്ഞേൻ്റെ ഫോൺ തന്നെ, ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ ഫോൺ വാങ്ങിയെടുത്തു. സങ്കടവും ദേഷ്യവും കൊണ്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുമെന്ന് തോന്നി. ഞാൻ പോലും ഇതുവരെ ആ ഫോണിലൊന്നും തൊട്ടിട്ടില്ല, ഇങ്ങനെ ചേർന്ന് നിന്നിട്ടുമില്ല. ഒരു മര്യാദയില്ലാത്ത സാധനം തന്നെ. പേരോ ശ്രീകുട്ടിന്ന് പോലും. ശ്രീകുട്ടിയല്ല അവള്, ചീക്കുട്ടിയാ, ചീക്കുട്ടി. അവളുടെ കരണം നോക്കിയൊന്ന് കൊടുക്കാൻ എനിക്ക് തോന്നി. എൻ്റെ സാറിനോട് അമ്മയും പെങ്ങന്മാരും അല്ലാതെ ആരടുത്ത് പെരുമാറിയാലും ഞാൻ സഹിക്കൂല. അടുത്ത് പെരുമാറുന്ന പോരാ, കയ്യിലൊക്കെ പിടിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരു യക്ഷി ഉണരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കിയുള്ള എൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവളുടെ അമ്മ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ശ്രീകുട്ടിക്കേ വൈശാഖി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. ഇവനെ കണ്ടില്ലെങ്കിൽ പണ്ട് ചോറ് പോലും കഴിക്കില്ലായിരുന്നു. അത്രേ ഇഷ്ടമായിരുന്നു മോൾക്ക്. അന്നൊക്കെ ഇവള് ഏതു നേരം വീണയുടെയും വിദ്യയുടെയും കൂടെ ആയിരിക്കും. ഞായറാഴ്ച ആയി ഇവളെ കാണണമെങ്കിൽ ഇവരുടെ വീട്ടിൽ പോണായിരുന്നു. അവര് വിളിക്കുന്ന കേട്ടാ ഇവളും കുഞ്ഞേട്ടാന്ന് വിളിച്ചു തുടങ്ങിയത്. പെട്ടെന്നല്ലായിരുന്നോ ഇവരവിടുന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയത്? ഒരു കണക്കിന് നന്നായി. ദിവസം 1.5 മണിക്കൂർ വെച്ച് 2 നേരം യാത്ര ചെയ്യാൻ പാടുതന്നെയാണ്. ഇതാകുമ്പോൾ സ്കൂളിനടുത്തല്ലയോ? സത്യം പറയാലോ, ശ്രീകുട്ടിയെ വൈശാഖിന് തന്നെ കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ നെഞ്ചിനുള്ളിൽ ഇടിയും മിന്നലും പേമാരിയും ഒക്കെ ഒരുമിച്ച് വരുന്ന പോലെ തോന്നി. അത് പുറത്ത് കാണിക്കാതെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോന്നു. അവർ മാത്രം എൻ്റെ കൂടെ റൂമിലേക്ക് വന്നു. ഉള്ളിൽ ഒളിപ്പിച്ച കൂരമ്പ് എൻ്റെ നേർക്ക് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ശ്രീകുട്ടിയുടെ കല്യാണം വൈശാഖുമായിട്ട് വാക്കാലെങ്കിലും ഉറപ്പിച്ച് വെക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുഖത്ത് ചിരി വരുത്തി. പക്ഷെ ഇവിടെ കൊച്ചി രണ്ടും കൽപ്പിച്ചല്ലായിരുന്നോ? ചട്ടകം വെച്ച് പൊള്ളിക്കുന്നു, ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ടും കൊച്ചിന് വല്ല അനക്കം ഉണ്ടായിരുന്നോ? കല്ലുപോലെ ഉറച്ചു നിന്നിട്ടല്ലേ സാറിനെ മതിയെന്ന് പറഞ്ഞ്. അപ്പൊ ചേട്ടനാ പറഞ്ഞ് വല്ല പെണ്ണിന്റെയും ശാപം ശ്രീകുട്ടിയുടെ തലയിൽ വീഴണ്ടാന്ന്. എന്തായാലും നല്ല ബെസ്റ്റ് ഫാമിലി തന്നെ. അവസാനം താലികെട്ടിന്റെ അന്ന് അച്ഛനും മോളും ഒന്നായി. 5 പൈസ ചെലവില്ലാതെ മോളുടെ കല്യാണം നല്ലൊരു ചെറുക്കനെ കൊണ്ട് നടത്താൻ അച്ഛനും മോളും കൂടി നടത്തിയ നാടകമാണെന്നൊക്കെ നാട്ടുകാര് പറഞ്ഞു എന്ന് അറിഞ്ഞത്. തിരിച്ചൊന്നും പറയാനാവാതെ ആകെ അപമാനിതയെ പോലെ ഞാൻ നിന്നു. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഞങ്ങൾ ഉച്ചയ്ക്ക് മുന്നേ വന്നതാ, ഇനി എന്തായാലും ഇറങ്ങാൻ നോക്കട്ടെ. നിറയുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ നിന്നു. ഇറങ്ങാൻ നേരം സാറിൻ്റെ കഴുത്തിലൂടെ കൈയിട്ടൊരു കെട്ടിപ്പിടുത്തം. സാർ ഒരു സെക്കൻഡിലൂടെ തന്നെ അവളെ പിടിച്ചു മാറ്റിയെങ്കിലും എൻ്റെ ഹൃദയം 1000 കഷ്ണങ്ങളായി മുറിയുന്നു എന്ന് തോന്നി. ഒന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാതെ ഞാൻ നിന്നു. അന്ന് പഠിക്കാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല. ബുക്കിൻ്റെ മുകളിൽ തലവെച്ച് ഞാൻ കിടക്കുമ്പോൾ സാറിനെ എനിക്ക് നഷ്ടമാവാൻ പോകുന്നു എന്ന് തോന്നി. സാറിൻ്റെ അടുത്ത് വന്നു. എന്തു പറ്റി നന്ദ? എന്താ പറ്റി നന്ദ എന്ന് ചോദിക്കുമ്പോൾ തലവേദന കൊണ്ട് വയ്യ, കുറച്ചു നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. രാത്രി ഭക്ഷണം കഴിക്കാൻ അമ്മ വന്ന് വിളിച്ചിട്ടും ഒന്നും കഴിക്കാൻ തോന്നിയില്ല. അച്ഛനന്ന് ബിസിനസ് ആവശ്യത്തിനായി കോയമ്പത്തൂരിൽ പോയിട്ട് അപ്പോൾ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്തൊക്കെയോ സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അച്ഛന് വന്ന് വിളിച്ചു. ആരും വിളിക്കണ്ട, നന്ദ വരും. എത്ര തലവേദനയാണെങ്കിലും ഭക്ഷണം കഴിക്കാതെ പറ്റില്ല, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. സാറ് വിളിച്ചാൽ ഞാൻ വരുമെന്നറിഞ്ഞുകൊണ്ടാവും അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. അതിൻ്റെ മുന്നിൽ വന്നിരുന്ന് വെറുതെ കളം വരയ്ക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സാർ ഒരു ഉരുള ചോറ് എൻ്റെ വായിലേക്ക് നീട്ടിയത്. അറിയാതെ എൻ്റെ വായ തുറന്നുപോയി. പിന്നെ ഓരോ ഉരുളയും തരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ഉരുള തരുമ്പോൾ ആ കണ്ണിലേക്ക് നോക്കി ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കിഷ്ടം, ഒരുപാട് ഇഷ്ടം. ഈ ജന്മം ഒരാൾക്കും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. ഒരു പെണ്ണ് തമാശയ്ക്ക് പോലും തൊടുന്ന് ഞാൻ സഹിക്കില്ല. വാക്കുകൾ പറയിടത്ത് മുറിഞ്ഞു പോയിരുന്നു. അച്ഛനും അമ്മയും അടുത്തുണ്ടെന്ന് പോലും ചിന്തിക്കാതെ സാറേറ്റിയ മാത്രം എന്ന് പറയുമ്പോൾ ഗിരിജ പ്രഷറിന്റെ മരുന്നുകൊണ്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോയി. ഇപ്പൊ കൊണ്ടുവരാം. പുറകെ അമ്മയും. എൻ്റെ തലവേദനയ്ക്ക് എവിടെ പോയെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അന്ന് കിടക്കാൻ നേരം അമ്മ റൂമിലേക്ക് വന്ന് പറഞ്ഞു, ഇവിടെ ഒരു പായ ഉണ്ടായിരുന്നില്ലേ, അതെനിക്ക് വേണം. ആ ബെഡിൽ കിടന്നിട്ട് നടുവേദനിക്കുന്നു.
ഇതിലൊന്ന് കിടന്നു നോക്കട്ടെ. അമ്മ അത് പറയുമ്പോൾ ആ പായ ഞങ്ങളുടെ റൂമിൽ നിന്ന് എന്നേക്കുമായി മാറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് തുടങ്ങി ആ ബെഡിൻ്റെ ഓരം ചേർന്ന് ഞാനും കിടക്കാൻ. കോളേജും റെക്കോർഡും സാറിനോടുള്ള പ്രണയമൊക്കെയായി ദിവസങ്ങൾ കടന്നുപോയി. ആകെ ഒരു സമാധാനം സാർ എന്നെ സ്നേഹിച്ചു തുടങ്ങിയെന്നൊരു തോന്നൽ മാത്രമായിരുന്നു. അങ്ങനെയിരിക്കെ ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലത്തിലെ ഉത്സവം വന്നു. വിദ്യേച്ചിയും വീണേച്ചിയും കുട്ടികളൊക്കെ വന്നു. വീട്ടിലും ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒരു ദിവസം രാത്രി അത്താഴം കഴിഞ്ഞ് എല്ലാവരോടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണേച്ചി ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടും വിദ്യേച്ചി ഭർത്താവിൻ്റെ ചുമലിൽ ചാരിയും ഇരുന്നു. അച്ഛനും സാറും ഒരുമിച്ചും ഞാൻ അമ്മയുടെ കൂടെ താഴെയും ഇരുന്നു. ഞാനിനി എന്നാണിങ്ങനെ സാറിൻ്റെ കൂടെ ചേർന്നിരിക്കുകയെന്ന് മനസ്സിൽ കരുതി വെറുതെ സാറിനെയും നോക്കുമ്പോൾ എൻ്റെ മനസ്സ് വായിച്ചെടുക്കും പോലെ സാർ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു ചമ്മലോടെ ഞാൻ ആ നോട്ടം പിൻവലിച്ചു. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാർ എഴുന്നേറ്റ് ഞാൻ അമ്മയുടെ മടിയിൽ തലവെച്ചിരുന്നിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മടിയിൽ വന്ന് കിടന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ പോയപ്പോൾ നന്ദ ഇവിടെ പോകുന്നു, അവിടെ ഇരിക്കൂ, ഈ കാലൊന്ന് മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ചുണ്ടിൽ എനിക്ക് മാത്രം വായിച്ചെടുക്കാൻ പാകത്തിൽ ഒരു പുഞ്ചിരി ഒളിഞ്ഞിരുന്നു. എൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്ത ഒരു പരിഭ്രമം, നെഞ്ച് പെരുമ്പറ കൊട്ടുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാലിൽ തൊടുന്നത്. അന്നൊരു ആവേശത്തിൽ കയ്യിൽ പിടിച്ച് കരഞ്ഞെങ്കിലും പിന്നീട് എനിക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തോന്നിയിരുന്നു. എൻ്റെ കൈ ഫ്രിഡ്ജിൽ വെച്ച പോലെ തണുത്ത് ആ കാലിൽ തൊട്ടതും കൈ വിറക്കാനും തുടങ്ങി. മറ്റുള്ളവർക്ക് അതൊന്നൊരു വിഷയമായി തന്നെ തോന്നിക്കാണില്ല. അവർ പലതും പറഞ്ഞുകൊണ്ട് ചിരിയും സംസാരവും തുടർന്നു. അവർ പറയുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും സാറിൻ്റെ ശ്രദ്ധ എന്നിൽ തന്നെയായിരുന്നു. ഓരോ നിമിഷം കഴിയും തോറും എൻ്റെ കയ്യിലെ തണുപ്പ് കൂടി വന്നു. നാക്കിലെ വെള്ളം വറ്റിയ പോലെ പുറത്തറിയും പോലെ എൻ്റെ കൈകൾ വിറക്കാൻ തുടങ്ങിയിരുന്നു. സാറ് പെട്ടെന്ന് എഴുന്നേറ്റു എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആ നന്ദേ പെട്ടെന്ന് വന്നേ, ഇന്ന് 10 മണിക്ക് മുന്നേ നിന്റെ പ്രൊജക്റ്റ് മെയിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ള മറന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു മെയിൽ അയക്കാനുണ്ട്, ഇപ്പോൾ വരാം എന്ന് എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് സാറിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. സാറ് കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രം ഞാൻ അവിടെ എത്തി. അത്രയും എൻ്റെ കൈയും കാലൊക്കെ തണുത്ത് മരവിച്ചു പോയിരുന്നു. എൻ്റെ മഹാദേവ, എനിക്കെന്താ ഇങ്ങനെയൊക്കെ വരുന്നത്? ആലോചിക്കും മുന്നേ റൂമിലെത്തിയതും സാറ് ഡോറടച്ച് ഒരുമിച്ചായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ സാറിനെ വല്ലാതെ അങ്ങ് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ വീണ് പൊട്ടിക്കരണമെന്ന് എത്രയോ വട്ടം ആഗ്രഹിച്ചിരുന്നെങ്കിലും ആ നിമിഷം എൻ്റെ കണ്ണുനീരൊക്കെ എവിടെ പോയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അളർന്നു മാറാൻ ശ്രമിക്കും തോറും ആ കൈകൾ എന്നെ കൂടുതൽ ശക്തിയോടെ പുണർന്നു. നെറുകയിൽ ആദ്യ ചുമരം തരുമ്പോൾ ശരീരമാകെ ഒരു കുളിര് വന്ന് മൂടുന്ന പോലെ തോന്നി. എത്ര നേരം അങ്ങനെ നിന്നുവെന്നറിയില്ല. എൻ്റെ കൈയും കാലുമൊക്കെ തണുപ്പും വിറയലും മാറി സാധാരണ അവസ്ഥയിലാകും വരെ സാർ എന്നെ നെഞ്ചിൽ ചേർത്ത് തന്നെ നിർത്തി. പിന്നെ ആ കൈക്കുമ്പിളിൽ എൻ്റെ മുഖം കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഇത്ര പേടിയാണോ നന്ദൂട്ടിനെന്നെ? നന്ദൂട്ടിനെന്നോ? എന്താ വിളിച്ചതെന്ന് ഒരിക്കൽ കൂടി ചോദിക്കണമെന്ന് തോന്നി. സാറിൻ്റെ നിശ്വാസം മുഖത്ത് പതിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. തിരിച്ചെല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വന്നിട്ടും താനേതോ സ്വപ്നലോകത്ത് തന്നെ ആയിരുന്നു. ആരും പറഞ്ഞതും ചോദിച്ചൊന്നും ഞാൻ കേട്ടില്ല. പിറ്റേന്ന് വൈകിട്ട് എല്ലാവരും ഉത്സവത്തിന് പോകാൻ റെഡിയായി. ഞാനൊരു സിമ്പിൾ പച്ച കളർ സാരിയാണ് ഉടുത്തത്. മുടി പുറകിൽ കോതി വെച്ചു. എനിക്കറിയാം സാറിനധികം തിളക്കമൊന്നും ഇഷ്ടമല്ലെന്ന്. പക്ഷേ സാർ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല. ഇന്നലെ ഇത്രയധികം പ്രണയത്തോടെ എന്നെ നോക്കിയാൽ ഇന്നെന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ലെന്നായപ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്നാലോ അമ്മയുടെയും ചേച്ചിമാരുടെയും സാരിയെ പറ്റിയൊക്കെ പുകഴ്ത്തി പറയുന്നുമുണ്ട്. അവരുടെ കൂടെ ഞാൻ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അമ്പലമുറ്റത്തെത്തിയിട്ടും അളിയന്മാരുടെ തോളിൽ കൈയിട്ട് വിശേഷങ്ങൾ പറയുമ്പോഴും ഞാൻ സാറിനെ പാളി നോക്കി. ഇല്ല, എൻ്റെ തോന്നലല്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല, അത് തന്നെയാണ് സത്യം. എൻ്റെ നീൾമിഴികളിൽ ഒഴുകാൻ വിതുമ്പി നിന്നൊരു പുഴ. നാടകം ആ സ്റ്റേജിൽ, ഗാനമേള ഈ സ്റ്റേജിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നെ വലിച്ചുകൊണ്ട് പോകുമ്പോഴും ഞാൻ ഏതോ ലോകത്തായിരുന്നു. ഈ തിരക്കിനിടയിലൊന്ന് കരയാൻ പോലും പറ്റുന്നില്ലല്ലോ. പലപ്പോഴും തുളുമ്പി വന്ന മിഴികൾ നിയന്ത്രിക്കാൻ ഞാൻ നന്നേ പാടുപെട്ടു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതിയെന്നായി. ഇതൊന്നും കഴിയാതെ ആരും വീട്ടിലേക്ക് പോയില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു അമ്മേ, തല ചുറ്റുന്നു, ഉറക്കം വരുന്നൊക്കെയുണ്ട്. തല ചുറ്റുന്നോ? എന്നൊരു കാര്യം ചെയ്യാം, വൈശാഖിനെ കൂട്ടി വിടാം, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ, നന്നായിട്ടൊന്ന് ഉറങ്ങുമ്പോൾ എല്ലാം ശരിയാവും. സാറിനെ വിളിച്ച് എനിക്ക് വയ്യ, വീട്ടിൽ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞപ്പോൾ സാർ എന്നെ നോക്കിയോന്ന് എനിക്കറിയില്ല. ഈ നേരം മുഴുവൻ ഒരു നോട്ടം പോലും നോക്കാത്തയാൾ ഇനി നോക്കുമെന്ന് തോന്നിയില്ല. ഒരു താക്കോലേ അച്ഛൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ കിടക്കും മുന്നേ താക്കോല് ഡോറിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കണം. പോകാൻ നേരം അമ്മ പറഞ്ഞു.
തലചുറ്റിൽ തോന്നിയെന്ന് അമ്മ പറഞ്ഞുകൊണ്ടാവാം സാറിൻ്റെ കയ്യിൽ പിടിച്ച് പതിവായെന്ന് പറഞ്ഞു. ആ തിരക്കിൽ നിന്ന് മാറി ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോയിൽ എന്നോട് ചേർന്നിരുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വമൊന്നും മിണ്ടിയില്ല. മിണ്ടിയാൽ സകല നിയന്ത്രണം അവിടെ പോയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കരച്ചിൽ അടക്കി പിടിച്ചു. ഒടുവിൽ വീടെത്തിയപ്പോൾ സാറ് എന്നെ നന്ദൂട്ടിന് എന്ത് പറ്റിയത് ചോദിച്ചതും ഞാൻ ആ നെഞ്ചിൽ വീണ് ഏങ്ങലടിച്ച് കരഞ്ഞു. ഈ നേരം വരെ എന്തായാലും നോക്കാതിരുന്നേ. എത്ര നേരം ഞാൻ നോക്കി നോക്കി നിന്നു എന്നറിയോ? എന്നിട്ട് ഒരു വട്ടം പോലും എന്നെ നോക്കാതിരുന്നപ്പോൾ എന്നെ നെഞ്ച് പൊട്ടുമായിരുന്നു. അതിനുള്ള മറുപടിയായി മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടുകയായിരുന്നു. എൻ്റെ മുഖം കയ്യിലെടുത്തുകൊണ്ട് സാറ് പറഞ്ഞു, നിന്നെ നോക്കിയ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നി. അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്താ. ഒരു നിമിഷം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്ന് തോന്നിപ്പോയി. ഇഷ്ടമാണെന്ന് സാറിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചവൾക്ക് കിട്ടിയ വരം. ഇനി ആ കുഞ്ഞേട്ടാന്ന് വിളിച്ചോട്ടെ. അത് മുഴുമിക്കാൻ സമ്മതിക്കാതെ ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ താൻ സ്നേഹിക്കുന്നതിലും എത്രയോ ഇരട്ടി സാറിനെ സ്നേഹിക്കുന്നതെന്ന് തോന്നി. എപ്പോഴും അഴിഞ്ഞുലഞ്ഞ മുടിയുമായി സാറിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കുക. എപ്പോഴെങ്കിലും ഞാൻ വളർത്തു ദോഷമുള്ള പെണ്ണാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതിനുത്തരം കൊടുക്കാതെ അവളുടെ മാറിലേക്ക് വൈശാഖ് മുഖം പൊഴുത്തി. അവിടെ നന്ദയുടെ സ്വപ്നവും ജീവിതവുമെല്ലാം പൂവണിയുകയായിരുന്നു. നിള പോലെ, ഒരു പ്രണയ കവിത പോലെ. രാവിലെ ഉണരുമ്പോൾ തൻ്റെ കാലിൽ സാറ് മുഖം ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കണ്ടത്. പിടഞ്ഞെഴുന്നേറ്റു. എന്താ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖം പിടിച്ചുയർത്തുമ്പോൾ സാറിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. തൻ്റെ കാലിലെ ചട്ടുകം പഴുപ്പിച്ചു വെച്ച പാടിൽ സാറിൻ്റെ കണ്ണീരിൽ കുതിർന്ന ചുംബനങ്ങൾ. പണ്ടൊക്കെ കാണുന്ന ദിവാസ്വപ്നങ്ങളിൽ എത്രയോ തവണ താൻ ഇത് ഓർത്ത് നോക്കിയിട്ടുണ്ട്. ഈ മായാത്ത പാടുകളിൽ സാറ് ചുണ്ടി ചേർക്കുന്നത് ഒരു കാലത്തും നടക്കില്ലെന്ന് കരുതിയതാണ്. ഇപ്പം അത് സാധ്യമായിരിക്കുന്നു. ആ മുഖം നെഞ്ചോട് ചേർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തിനാ കുഞ്ഞേട്ടൻ വിഷമിക്കുന്നേ? ഈ മുറിപ്പാടിനോട് എന്നും എനിക്ക് സ്നേഹം. ഇതുകൊണ്ടല്ലേ എന്നുള്ള ദേഷ്യമൊക്കെ പോയി എൻ്റെ കുഞ്ഞേട്ടനെ ഇടയ്ക്കെങ്കിലും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ എന്നോട് അടുപ്പം കാണിച്ച് തുടങ്ങിയത്. വിദേശിയും വീണേച്ചിയും ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ട് ഒരു നാത്തുവിൻ്റെ സ്ഥാനം എനിക്ക് തന്ന്. ഈ സ്നേഹം എനിക്ക് കിട്ടാൻ എത്ര പൊള്ളിയാലും വേദനിച്ചാലും ഞാൻ സഹിക്കുമായിരുന്നു കുഞ്ഞേട്ട. അത് പറയുമ്പോൾ നിറഞ്ഞു വന്ന കണ്ണുനീർ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് സാറ് പറഞ്ഞു, ഇനി ഒരിക്കലും ഈ മിഴികൾ നിറയരുത്. പലപ്പോഴും നന്ദൂട്ടിൻ്റെ കണ്ണീരിന് മുമ്പിൽ നിസ്സഹായനായി നിന്നവനാണ് ഞാൻ. ഇനി എല്ലാത്തിനും ഞാനുണ്ട്. എന്തിനാ നിസ്സഹായനായിട്ട് നിന്ന്? അപ്പം എന്നെ ഒന്ന് ചേർത്ത് പിടിക്കായിരുന്നില്ലേ? ജാടായിരുന്നു അല്ലേ? കള്ളച്ചിരിയിൽ താൻ പറയുന്ന കേട്ട് ചെവിയിൽ നിന്നുള്ള നീട്ടിയ കൈകൾ തട്ടി മാറ്റി ഓടുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മാത്രമല്ല കുഞ്ഞേട്ടനും താനൊരു കുസൃതിക്കാരിയായി മാറുകയായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇവൾ തൻ്റെ നന്ദൂട്ടനായി മാറിയത്. വൈശാഖ് ഓർത്തു. വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പേടിച്ചു നിന്ന ഒരു +2 കാരി. അന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഇവൾ തൻ്റെ പ്രാണനായി മാറുമെന്ന്? എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇത്രയും പഠിക്കാത്ത കുട്ടി വേറെ ഇല്ലായിരുന്നു. പഠിക്കാത്തതിനുള്ള കാരണം തന്നെയുള്ള പ്രണയമാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മക്കളെ മര്യാദക്ക് വളർത്തണമെന്ന് അവളുടെ അച്ഛനോട് പറഞ്ഞത്. തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ കേട്ടിരുന്നു വേദന കൊണ്ടുള്ള അവളുടെ കരച്ചിൽ. അത് പക്ഷേ നല്ല അടി കിട്ടിയതാണെന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. അവൾക്ക് നല്ല അടിയുടെ കുറവുണ്ടെന്ന് തോന്നിക്കൊണ്ടാവും പിന്നെ അവളെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. 2 ദിവസം സ്കൂളിൽ കാണാതിരുന്നപ്പോഴൊന്നും തോന്നിയില്ല. പിറ്റേ ദിവസം മുഖം മുഴുവനും നീരും കഴുത്തിലും കയ്യിലൊക്കെ എത്രയെത്ര ബെൽറ്റിൻ്റെ പാടുകളുമായി അവൾ മുന്നിൽ നിന്നപ്പോൾ ഇത്രയും തള്ളുന്നതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ചിന്തിച്ചത്. പിന്നെ ആ കാലിൽ പഴുത്തു തുടങ്ങിയ വ്രണത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു പാവം പെൺകുട്ടിയോട് ഇത്ര മഹാപരാധമാണോ താൻ ചെയ്തതെന്ന് തോന്നിപ്പോയി. ജീവൻ പോകുന്ന വേദന അനുഭവിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കില്ലേ സാർ എന്ന് യാചിക്കുന്ന പോലെ തോന്നി. കുറ്റബോധം കൊണ്ടാണെങ്കിലും പിന്നീട് ക്ലാസ്സിൽ അവളെ വഴക്ക് പറയാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഓരോ ദിവസവും ക്ലാസ്സിൽ വരുമ്പോൾ അവൾ എത്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത്. അവളുടെ മുഖം വാടിയാൽ തൻ്റെ ചങ്ക് പിടക്കാൻ തുടങ്ങിയിരുന്നു. താൻ കാരണം ഇത്രയും വേദന അനുഭവിച്ചവൾ ഇനി എപ്പോഴും സന്തോഷവതിയായി ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിദ്യയോടും വീണയോടും അവളോട് കൂട്ടുകൂടാൻ സമ്മതിച്ചത്. അമ്മയോട് ഇടയ്ക്ക് അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണമെന്ന് പറഞ്ഞത്. താൻ പറഞ്ഞപ്പോൾ ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ അവരെല്ലാം അവളോട് കൂട്ടായി. എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിലെ കുറ്റബോധത്തിന് കുറവ് വരുന്നില്ലെന്ന് തോന്നിയുകൊണ്ടാണ് +2 തോറ്റപ്പോൾ ഓരോ ചാപ്റ്റർ അവൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് USB കൊടുത്തുവിട്ടത്.
തന്നോടുള്ള പ്രണയത്തിൻ്റെ പേരിൽ +2 തോറ്റ് അവൾ പഠിപ്പ് നിർത്തുന്നു തനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. വീണയും വിദ്യയും അപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞേട്ടന് അവളെ ഇഷ്ടമാണോ എന്ന്. ഇഷ്ടമാണ്, പക്ഷേ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലെന്ന് പറഞ്ഞതിന് രണ്ടുപേരും കൂടി വഴക്കൂടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവളെ സ്നേഹിച്ചാലെന്താ, കല്യാണം കഴിച്ചാലെന്താ എന്നൊക്കെ. അത് പറഞ്ഞാൽ അവർക്ക് മാത്രമല്ല ആർക്കും മനസ്സിലാവില്ലെന്ന് തോന്നി. അവൾ തന്നെ ആദ്യമായി കണ്ടപ്പോഴും സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴും ഞാൻ അവിടെ അധ്യാപകനായിരുന്നില്ല. പക്ഷേ താൻ അവൾ ആദ്യമായി കാണുന്നത് പിടക്കുന്ന മിഴികളോടെ അളകനന്ദ എന്നൊരു പേര് പറയുമ്പോൾ ആയിരുന്നു. പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ശിഷ്യ മാത്രമായിരിക്കും. തന്നെപ്പോലെ അധ്യാപക ജോലി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും. മാത്രമല്ല, ഈ ജോലി കിട്ടുന്നതിന് മുന്നേ 2 മാസം പെൺകുട്ടികൾക്ക് മാത്രമുള്ള പ്രൈവറ്റ് കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു താൻ. ആദ്യമായി ആ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞത്, മോനെ, പഠിപ്പിക്കുന്ന കുട്ടികളെന്നും ശിഷ്യ തന്നെ ആയിരിക്കണം. അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കണം. പഠിക്കാൻ മടിയുള്ള ചില കുട്ടികൾക്ക് മാഷിനോട് പ്രേമൊക്കെ തോന്നും. ശിഷ്യയെ പ്രേമിച്ചു എന്നൊരു ചീത്തപ്പേരുണ്ടാക്കരുത്. അച്ഛൻ്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്ത് അച്ഛൻ എന്നെ അറിയില്ല എന്നാണ് അപ്പോൾ താൻ ചോദിച്ചത്. പഠിപ്പിക്കുന്ന ആദ്യ ദിവസം മുതൽ നന്ദ ഒന്നും പഠിക്കാതെയായിരുന്നു ക്ലാസ്സിൽ വന്ന്. ഏകദേശം 1 വർഷം ആയപ്പോഴാണ് അവൾക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം തന്നോടുള്ള പ്രണയമാണെന്ന് പറഞ്ഞത്. പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ പഠിക്കാൻ മടിയുള്ള ചില കുട്ടികൾക്ക് മാഷിനോട് പ്രേമമൊക്കെ തോന്നിയെന്ന വാക്കാണ് ഓർമ്മ വന്ന്. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് അമ്മ തന്നെയാണ് പറഞ്ഞത്. എന്നേക്കാൾ കൂടുതൽ അവളുടെ മനസ്സറിഞ്ഞത് അമ്മയായതുകൊണ്ട് തന്നെ അത് സത്യമാണെന്ന് തോന്നി. അവൾ എന്നും തൻ്റെ മനസ്സിൽ ഒരു നല്ല ശിഷ്യ തന്നെ ആയിരിക്കട്ടെ, എന്നും നല്ലത് വരട്ടെ എന്ന് മാത്രമേ അപ്പോൾ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഒരു പെണ്ണിനെ കാണാൻ പോയി വന്ന ആ രാത്രി ഓവർഡോസ് ആയാൽ കിഡ്നിയും ലിവറുമൊക്കെ ഡാമേജ് ആവുന്ന നപ്തലിൻ ബോൾസ് അവൾ കഴിച്ചു എന്നറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയിരുന്നു. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ, എനിക്ക് അവളെ വേണം, എനിക്ക് ഇനി അവളുടെ സ്നേഹത്തിന് മുമ്പിൽ പൊട്ടനായിട്ട് അഭിനയിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ കരയുകയായിരുന്നു. നീ എൻ്റെ മോനാണെങ്കിൽ അവിടെ കായ് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോടാ എന്ന് നാട്ടുകാരെ സാക്ഷിയാക്കി പറയുമ്പോൾ പഠിപ്പിച്ച കുട്ടിയെ ശിഷ്യയായി മാത്രം കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ മറന്നുപോയെന്ന് തോന്നി. അന്ന് ആ കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ അമ്മയുടെ മുഖത്ത് അതുവരെ താൻ കാണാതിരുന്ന സന്തോഷവും അച്ഛൻ്റെ മുഖത്ത് അഭിമാനവും നിറഞ്ഞിരുന്നു. പിന്നീട് ആ കഴുത്തിൽ താലി കെട്ടുമ്പോൾ സ്നേഹവും പ്രണയവും നന്ദിയും ഒക്കെ കൊണ്ട് നിറയുന്ന മിഴികളാൽ അവൾ എന്നെ നോക്കി. എന്തെങ്കിലും ഭാര്യയുടെ സ്ഥാനം നൽകി സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയായിരുന്നു താൻ അപ്പോൾ. തൻ്റെ നോട്ടം പോലും തൻ്റെ പെണ്ണിനപ്പോൾ ഉത്സവമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും, നിന്റെ ഒരു നോട്ടത്തിന് വേണ്ടി പോലും ആ പെൺകൊച്ചു നൊയമ്പ് നോക്കുന്നു, നീ അറിയാതെ പോവരുതടാ എന്ന് അമ്മ പറയുമ്പോഴായിരുന്നു അവൾക്കൊരു മാറ്റം ആവശ്യമാണെന്ന് ചിന്തിച്ച് ആ ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് പഠിക്കാൻ അയച്ചത്. ഒരു വാക്കുപോലും മിണ്ടാതെ അവളുടെ വേദനകളും നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി പ്രണയം കൊണ്ട് എന്നെ തോൽപ്പിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴാണ് തനിക്ക് അവളോട് പ്രണയം തോന്നി തുടങ്ങിയത്? അവളുടെ നോട്ടങ്ങൾക്ക് മുമ്പിൽ പതറി തുടങ്ങിയപ്പോഴോ? കോളേജ് ബസ്സിൽ അവളെ കയറ്റി വിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ശൂന്യത തോന്നി തുടങ്ങുമ്പോഴോ? അതോ സ്കൂൾ വിട്ട് താൻ വന്ന 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് അവൾ വരികയുള്ളൂ എങ്കിലും ആ 1 മണിക്കൂറിന് 1 വർഷത്തേക്കാൾ ദൈർഘ്യമുണ്ടെന്ന് തോന്നി തുടങ്ങിയപ്പോഴോ? എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും പഠിത്തം കഴിയും വരെ തൻ്റെ പ്രണയം അവൾ അറിയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കണമെന്ന് തന്നെയാണ് ചിന്തിച്ച്. ഇന്നലെ എൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞപ്പോൾ തൻ്റെ പ്രണയം പകർന്നു നൽകിയല്ലാതെ അവളെ ആശ്വസിപ്പിക്കാൻ മറ്റൊന്നിനും ആകുമായിരുന്നില്ല. 3 മാസം കൂടി കഴിഞ്ഞാൽ അവളുടെ കോഴ്സ് തീർന്ന എക്സാമാണ്. അതുവരെ കുറച്ച് സ്ട്രിക്റ്റായി തന്നെ നിൽക്കേണ്ടി വരുമല്ലോ, ഇല്ലെങ്കിൽ പഠിക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓരോന്നോർത്ത് വെറുതെ കിടന്നപ്പോൾ നന്ദ കുളി കഴിഞ്ഞെത്തി. കുഞ്ഞേട്ടാ, ചായ എടുത്തിട്ട് വരാം കേട്ടോ. വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നടന്നു നീങ്ങുമ്പോൾ ഇനി എങ്ങനെ തന്നെ നന്ദൂട്ടിനോട് സ്ട്രിക്റ്റായി നിൽക്കുമെന്നോർത്ത് നെഞ്ചിലെവിടെയോ നീറ്റിലുണ്ടായിരുന്നു. ഈറൻ മുടികളിൽ തോർത്ത് ചുറ്റി നന്ദ അടുക്കളയിലെത്തുമ്പോൾ വിദ്യേച്ചിയും വീണേച്ചിയും അമ്മയും പുറംപണിക്ക് വരുന്ന ശാരദേച്ചിയും ഉണ്ടായിരുന്നു അവിടെ. തലേ ദിവസം ഉത്സവത്തിൽ കുറേ നാളുകൾക്ക് ശേഷം പലരെയും കണ്ട വിശേഷങ്ങളൊക്കെ പറയുന്ന തിരക്കിലായിരുന്നു അവർ. തന്നെ കണ്ടപ്പോൾ തന്നെ, മോളെ ഇന്നലെ പെട്ടെന്ന് എന്താ തലവിറ്റിയത്, മാറിയിരുന്നോ? ഇന്നലെ ഞങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾ ഉറങ്ങിയിരുന്നു. അച്ഛനായിരുന്നു കുറേ ടെൻഷൻ. ഉറങ്ങിയതുകൊണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെയും ചോദിച്ചു, മോളെ എഴുന്നേറ്റില്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ. ഒന്നുമില്ലമ്മേ, അതാ തിരക്കിനിൽ നിന്നപ്പോൾ നല്ല ക്ഷീണം തോന്നി, ഉറക്കം വന്നു, അതുകൊണ്ടാ. അതപ്പം തന്നെ മാറി. ചായ കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു കപ്പിൽ ചായ പകരം തനിക്ക് നേരെ നീട്ടി. അത് വാങ്ങി കുഞ്ഞേട്ടന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞടക്കുമ്പോൾ വീണേച്ചി തന്നെ ചുറ്റിപ്പിടിച്ചു. അവിടെ നിന്ന് എന്താ ഇപ്പൊ പറഞ്ഞ്? വിദ്യ, നീ കേട്ടോ ഇവളെന്താ പറഞ്ഞെന്ന്? ആ, ഞാനും കേട്ടു. ഇന്നലെ വരെ സാറെന്ന് പറഞ്ഞു നടന്നിരുന്ന പെണ്ണ് ഇപ്പൊ പെട്ടെന്ന് കുഞ്ഞേട്ടാന്ന് വിളിച്ചതിന്റെ കാരണം ഞങ്ങൾക്ക് കൂടി അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ വട്ടം ചുറ്റി പിടിച്ചു.
എന്തു പറയണമെന്നറിയാതെ എൻ്റെ മുഖം നാണം കൊണ്ട് തുടുക്കുകയായിരുന്നു. എത്രയോ വട്ടം സാറെന്ന് വിളിക്കേണ്ട, നിന്റെ സാറല്ല ഭർത്താവണമെന്ന് ഇവർ പറയുമ്പോൾ സാറെന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ വിളിച്ചോളാന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് പറയാതെ എന്നെ വിടില്ലല്ലോ ദൈവമേ, രക്ഷിക്കൂ എന്നൊരു ഭാഗത്തോടെ ഞാൻ അമ്മയെ നോക്കുമ്പോൾ അമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു. അമ്മയ്ക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നി. പിള്ളേരെ, ആ കൊച്ചിനെ വിട്, അവൾ പോയി അവന് ചായ കൊടുത്തിട്ട് വരട്ടെ. അത് കേട്ട് അവർ എന്നിലുള്ള പിടിവിട്ടു. ഈ വിളി നേരത്തെ ആകാമായിരുന്നു കേട്ടോ എന്നൊരു ദ്വയാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ചിരിക്കുമ്പോൾ ആ ചിരിയിൽ അമ്മയും കൂടി. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. വൈകിട്ട് ചേച്ചിമാർ രണ്ടുപേരും അവരുടെ വീടുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു പെട്ടി നിറയെ അവർക്ക് കൊണ്ടുപോകാൻ പലഹാരങ്ങളുമായി കുഞ്ഞേട്ടനെത്തി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി എപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പലഹാരങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതെന്ന് അളിയൻ പറഞ്ഞാൽ മതി എന്ന് വീണേച്ചിയുടെ ഭർത്താവ് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. അവർ പോയി കഴിഞ്ഞ് ഗേറ്റിന് പുറത്തുനിന്ന് പൂട്ടിയിട്ട് തൻ്റെ വീടിൻ്റെ ഗേറ്റിലേക്ക് നോക്കുമ്പോൾ അച്ഛനെ അമ്മയൊക്കെ കാണാൻ തോന്നി. അനിയത്തിക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഹോസ്റ്റലിൽ നിർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ പോയി. അവൾക്ക് അവധി കിട്ടുമ്പോൾ മാത്രമേ എല്ലാവരും വരും. വരുന്നതിന് 2 ദിവസം മുന്നേ ശാരദ ചേച്ചിയെ കൊണ്ട് അമ്മ വീട് മുഴുവൻ വൃത്തിയാക്കിയിടും. 2 ദിവസമായിട്ട് നന്ദ ബുക്ക് തൊട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്ന കുഞ്ഞേട്ടൻ്റെ വാക്കുകളാണ് തന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. താൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഓരോ ബുക്കും എടുത്തു നോക്കിക്കൊണ്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞേട്ടൻ. പ്രണയത്തോടെ താൻ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ മുഖത്ത് നോക്കാതെ കുഞ്ഞേട്ടൻ പറഞ്ഞു, പഠിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഇത് മുഴുവൻ പഠിച്ചു തീർക്ക്, നാളെ ക്ലാസ്സിൽ പോകണ്ടല്ലേ, റെക്കോർഡ് ഞാൻ എഴുതിത്തരാം. എൻ്റെ മുഖമിരുളെന്ന് കണ്ടുകൊണ്ടാവാം തൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട്, എൻ്റെ നന്ദൂട്ടനല്ലേ, 3 മാസം കൂടി പഠിച്ചാൽ മതിയല്ലോ, അതുവരെ നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നതിനോട് സത്യം ചെയ്യും. ആ ചോദ്യത്തിന് മുമ്പിൽ പഠിക്കാമെന്ന് തലയാട്ടി സമ്മതിക്കേണ്ടി വന്നു. ഇനിയൊരു 3 ആഴ്ചകൾ കൂടി ഉണ്ടായിട്ടുള്ള എക്സാമിന്. അപ്പോഴാണ് അവിടെ കോളേജിൽ നിന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് കോള് വന്ന്. എത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടാണ് അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. തല ചുറ്റി വീണു എന്ന് പറഞ്ഞപ്പോൾ കാരണം എന്തായിരിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിലും വാടിയ പൂവ് പോലെ തന്നെ നന്ദേട്ടനെ കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. വരുന്ന വഴി തന്നെ ഹോസ്പിറ്റൽ കാണിച്ച് വീട്ടിലെത്തി. അമ്മയുടെ നന്ദൂട്ടി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ, ദുഷ്ട, നീ എന്ത് പണിയാ കാണിച്ച്, അവിടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ചല്ലേ ദിവസമുള്ളൂ, അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ എന്നാണ് അമ്മ പറഞ്ഞത്. അത് ശരിവെക്കുന്ന പോലെ അവളുടെ മുഖത്ത് തെളിഞ്ഞ കള്ളച്ചിരിക്ക് നിലാവിനേക്കാൾ സൗന്ദര്യം തോന്നി. മൗനം കൊണ്ട് തന്നെ തോൽപ്പിച്ച നന്ദൂട്ടനും പെണ്ണിന്റെ മനസ്സറിയാൻ തനിക്കാവില്ലെന്ന് പറഞ്ഞ അമ്മയും അതേ പെണ്ണിന്റെ മനസ്സ് തനിക്കറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് അത്ഭുതം തോന്നി. പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പഠിക്കണ്ട കേട്ടോ, അച്ഛന് റാങ്ക് കിട്ടിയിട്ടുണ്ട്, അമ്മ തോറ്റിട്ടുണ്ടെന്നൊക്കെ എൻ്റെ കൊച്ചിനോട് പറയാനേ എനിക്ക് കൊതിയായി എന്നാ വയറിൽ മുഖം ചേർത്ത് പറഞ്ഞോടെ അവൾ എന്തൊക്കെയോ ഇരുന്ന് പഠിച്ചു. ഡൗട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ പഠിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടതേയില്ല. പക്ഷെ ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴും അവളുടെ മുഖത്തൊരു ആത്മവിശ്വാസം കണ്ടു. അവളുടെ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി വയറു നിറയെ തീറ്റിപ്പിക്കുന്നതിലും മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധ. റിസൾട്ട് വന്നപ്പോൾ പാസ്സായിട്ടുണ്ട്, എനിക്ക് അതുമാത്രം മതിയായിരുന്നു. ഓണാവധിക്ക് അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്നു. അവർ പണ്ട് നിഷേധിച്ച സ്നേഹമൊക്കെ അവൾക്ക് വാരിക്കോരി നൽകുമ്പോൾ തൻ്റെയും മനസ്സ് നിറഞ്ഞു. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ വയർ വീർത്ത് വീർത്ത് വന്നു. എല്ലാ ഭർത്താക്കന്മാരെ പോലെ പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഒരാപത്തുമില്ലാതെ നന്ദൂട്ടിനെയും കുഞ്ഞിനെയും കിട്ടാൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഒടുവിൽ ആ ദിവസം ലേബർ റൂമിന് മുമ്പിൽ അവിടെയും എൻ്റെയും അച്ഛനമ്മമാരുടെ ഇടയിൽ അക്ഷമനായി ഞാൻ നിന്നു. പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ മനസ്സ് തുള്ളുകയായിരുന്നു ഒന്ന് കാണാൻ. പിന്നെ എൻ്റെ നന്ദൂട്ടിനെ പറ്റി ചേർന്ന് കുഞ്ഞി നന്ദൂട്ടിയും കിടക്കുന്ന കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് മാത്രമല്ല കണ്ണുകളും നിറഞ്ഞിരുന്നു. ഞങ്ങളുടെ രണ്ടാളുടെയും അച്ഛനമ്മമാരും വിദ്യയും വീണയും അവിടെ അനിയത്തിയുമൊക്കെ തിക്കും തിരക്കും കൂടി കുഞ്ഞിനെ നോക്കി സാമ്യം പറയുമ്പോൾ പിടക്കുന്ന മിഴികളിൽ നിറയെ പ്രണയവും കൗതുകം നിറച്ച് അവൾ എന്നെ നോക്കുകയായിരുന്നു. ഒരു ജീവിതം മുഴുവൻ തനിക്കായി ഒഴിഞ്ഞു വെച്ച് പ്രണയം കൊണ്ട് തന്നെ അത്ഭുതപ്പെടുത്തിയവളെ പ്രണയിക്കാൻ ഒരു ജന്മം തികയാതെ വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് വൈശാഖ നന്ദയുടെ നെറ്റിയിൽ ചുണ്ട് ചേർക്കുമ്പോൾ തൻ്റെ ലോകം നന്ദൂട്ടിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണെന്ന് തോന്നി.